വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ആ കിട്ടിയ ഫോട്ടോയുമായിട്ട് പിറ്റേന്ന് തന്നെ സുസ്മിതയാണെങ്കിൽ നേരിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശ്യാമ സംസാരിക്കുന്നത് കാണുന്നത് വിഷ്ണുവേട്ടൻ്റെ ചിതക്കത്ത് തീരുന്നതിന് മുന്നേ, ചൂടാറുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചേച്ചി പുതിയൊരു കൂട്ട് കണ്ടുപിടിച്ചില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അത് ആരോടാണ് പറയുന്നത് കാണിക്കുന്നില്ല. പക്ഷേ സുസ്മിതയും സത്യഭാമയും ഉണ്ട് കൂടെ. അന്നേരമാണെങ്കിൽ സുസ്മിതയാണെങ്കിൽ ഈ ശാലിനിയെ ശിവനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഭാമ വലിയ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ തൻ്റെ ഫോണിലുള്ള ആ ഫോട്ടോയാണെങ്കിൽ സത്യഭാമയ്ക്ക് നേരെ ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും കറക്റ്റായിട്ട് അങ്ങോട്ട് സത്യഭാമ അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ ഫോട്ടോ കൂടി കാണുമ്പോൾ ഭാമ ആകെ അങ്ങോട്ട് കലിതുള്ളുകയാണ്. അന്നേരം ശ്യാമ ആദ്യം ഇത് കാണുന്നില്ല, സത്യഭാമയാണ് സുസ്മിത കാണിക്കുന്നത്. എന്നിട്ട് നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്യാമയും ആ ഫോൺ വാങ്ങി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ശ്യാമ വെറുതെയൊക്കെയാണ് പറയുന്നതെന്നുള്ളത് ശ്യാമയ്ക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ ശ്യാമ ഒന്നുകൂടി ഒന്ന് അന്തം വിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. സുസ്മിതയാണെങ്കിൽ ഇവർ രണ്ടുപേരും റിയാക്ഷനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആകെ വിജയിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനിയാണ് സത്യഭാമ വീണ്ടും ശരിക്കും അവിടെ ശാലിനിയോട് പോയി ഇറങ്ങുന്നത്. അർജുനെ വെച്ച് വീണ്ടും ഇനി കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിരിക്കും. പക്ഷേ അർജുൻ ശാലിനിയെ കാണുന്ന ഒരു സീനുണ്ടെന്ന് തോന്നുന്നു. സത്യാവസ്ഥ അറിയുമല്ലോ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. അർജുൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ അതിനെ അറിഞ്ഞതിന് ശേഷം പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ അർജുൻ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ശാലിനി ഇങ്ങനെ മാറിപ്പോയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. പിന്നീട് അവിടെ ആ ഒരു ശാരിക കുഞ്ഞിനെ നോക്കി നല്ല രീതിക്കൊക്കെ നോക്കും. പക്ഷേ നന്ദന എന്തെങ്കിലും പണി ഒപ്പിക്കുമോ എന്നുള്ളത് കാണാം.